തിരുവനന്തപുരം വടശ്ശേരിക്കോണത്തെ രാജുവിന്റെ കൊലപാതകത്തിൽ ഇന്ന് മൊഴി രേഖപ്പെടുത്താനിരിക്കുകയാണ്. അക്രമത്തിൽ പരിക്കേറ്റ രാജുവിന്റെ ഭാര്യ, മകൾ, 2 ബന്ധുക്കൾ എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുക. വിശദാംശങ്ങളുമായി ബിനോയ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ബിനോയ്, എപ്പോഴേക്കാണ് ഈ പ്രതികളുടെ ഈ കുടുംബത്തിന്റെ, അതായത് രാജുവിന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുക? നടപടിക്രമങ്ങൾ ബാക്കി എന്തൊക്കെയാണ് ഉള്ളത്? ഇന്നലെയോടുകൂടി ചോദ്യം ചെയ്യൽ ഏകദേശം പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ കഴിയും. എങ്കിലും കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ഇന്ന് രാവിലെയോടുകൂടി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയ ശേഷം തുടർ നടപടികളിലേക്ക് നീങ്ങും. കഴിഞ്ഞ ദിവസം സംഭവവുമായി ബന്ധപ്പെട്ട ഈ രാജുവിന്റെ ഭാര്യയുടെയോ കുടുംബാംഗങ്ങളുടെയോ മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞില്ല. കാരണം മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സാഹചര്യത്തിൽ മൊഴി രേഖപ്പെടുത്തുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. മാത്രവുമല്ല, ഇത്രയും ദാരുണമായ ഒരു കൊലപാതകത്തെ വളരെ ഗൗരവത്തോടുകൂടി കണ്ട് കൃത്യമായ രീതിയിൽ രേഖകൾ തയ്യാറാക്കണമെന്നാണ് സർക്കാർ തലത്തിലും ഒപ്പം പോലീസ് തലത്തിലുമുള്ള തീരുമാനം. അതുകൊണ്ട് തന്നെ ഒരു പിശക് പോലും വരാത്ത തരത്തിൽ ഒരു FIR മഹസറും തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കിലാണ് പോലീസ്. അതേസമയം ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതികൾ കുറ്റം സമ്മതിച്ചു. അത് കൃത്യമായി പറയുന്നത് വിവാഹാലോചന നിരസിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പറയുന്നത്. ജിഷ്ണുവാണ് രാജുവിന്റെ മകളെ വിവാഹം ആലോചിച്ചത്. എന്നാൽ ജിഷ്ണു നേരത്തെ തന്നെ ഒരു പിടിച്ചുപറി കേസിലും ഒപ്പം മോഷണ കേസിലും ഒക്കെ പ്രതിയായിരുന്നു. ഈ കാരണം കൊണ്ടാണ് രാജുവിന്റെ മകളും ഈ വിവാഹാലോചന വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചതെന്നും പോലീസിനോട് ജിഷ്ണു പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ജിഷ്ണുവിൽ നിന്ന് കിട്ടുന്ന പരമാവധി കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, ജിഷ്ണുവിന്റെ സഹോദരൻ ജിജിനാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. അക്രമം നടക്കുന്നതിനിടയിൽ തൊട്ടടുത്തുണ്ടായിരുന്ന മൺവെട്ടി എടുത്ത് തലയ്ക്ക് അടിച്ചാണ് ജിജിൻ രാജുവിനെ അപായപ്പെടുത്തിയത്. തൊട്ടു പിന്നാലെ കൊലപാതകത്തിന് കൂട്ടുനിന്നതിനാണ് ഇവരുടെ സുഹൃത്തുക്കളായ ശ്യാംകുമാർ, മനു എന്നിവരെ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 4 അംഗ സംഘം മാത്രമാണ് കേസിലുള്ളത്. മാത്രവുമല്ല, രാജുവിന്റെ ഭാര്യ, മകൾ, ഒപ്പം അടുത്ത ബന്ധുക്കൾ, ഈ സമയത്ത് ഓടിയെത്തിയ അടുത്ത ബന്ധുക്കൾ എന്നിവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് 11 മണിയോടുകൂടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തും. അതിനുശേഷം കുടുംബാംഗങ്ങളോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും. നമുക്ക് അറിയുവാൻ കഴിയുന്നത് റൂറൽ SP ശില്പ ഉൾപ്പെടെയുള്ളവർ ഒരു പക്ഷേ ആ സ്ഥലത്തെത്തി വീണ്ടും ഈ കുടുംബാംഗങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഒപ്പം കേസ് അന്വേഷിക്കുന്ന കല്ലമ്പലം പോലീസും വർക്കല DYSP അടങ്ങിയ സംഘം അവിടെ എത്തി ഈ വിവരങ്ങൾ ശേഖരിക്കും എന്നാണ് അറിയുന്നത്. എന്തായാലും ദാരുണമായ ഒരു കൊലപാതകമായിട്ടാണ് ഇതിനെ പോലീസ് കാണുന്നതും. അതിനുപരിയായി പ്രതികളെയെല്ലാം മണിക്കൂറിനുള്ളിൽ പിടികൂടാൻ കഴിഞ്ഞതും ഇതിലും പോലീസിന് ആശ്വാസമുണ്ട്. സാധാരണഗതിയിൽ ഈ രാജുവിനെ ആക്രമിച്ചതിന് ശേഷം രാജുവിനെ തൊട്ടടുത്തുള്ള വർക്കല മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തി ഇയാളുടെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഇവർ ഒളിവിൽ പോകാൻ തുടങ്ങുന്നതിനിടയിലായിരുന്നു ഈ 4 അംഗ സംഘം പിടിയിലാവുന്നത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് എല്ലാ നീക്കങ്ങളും വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. വർക്കലയിൽ വിവാഹ ദിവസം വധുവിന്റെ പിതാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇന്ന് ആക്രമണത്തിനിരയായ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താനിരിക്കുകയാണ് അന്വേഷണ സംഘം. വിശദാംശങ്ങൾ നൽകിയത് ബിനോയ് ആണ് തിരുവനന്തപുരത്ത്.